രണ്ടാള് സ്നേഹിതന്മാരാണ്. അതാണ് വണ്ടി സ്ലോ ആയി, രണ്ടാള് സ്ലോ ആക്കി. ആ പൂച്ചകൾക്കും ഫുഡ് കൊടുക്കണം കേട്ടാ. ഹലോ ഗായ്സ്, ഹൗസ് ഡ്രൈവർ ഫ്രം അബുദാബി. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ടൈം ഒരു വൈകുന്നേരം ഒരു 4 മണിയാവാനായി. 3:50 4 മണി. അപ്പോൾ ഞാനിങ്ങനെ സാധാരണ ലീവൊന്നും കിട്ടലില്ല. അപ്പം ഇന്ന് ലീവ് അങ്ങോട്ട് എടുത്തു. ഇന്ന് സൺഡേ ആണ്. ലീവ് അങ്ങോട്ട് എടുത്ത് ഫാമിലിനൊക്കെ ഒന്ന് കാണണം. പിന്നെ എന്താ പറയുക, ഈ തിരമാല പോലെ കിടക്കുന്ന മുടിയൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികളാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മുസഫിക്കാണ്. മുസഫിയിൽ പോയിട്ട് ആദ്യം മുടി മുറിക്കണം. മുടി മുറിക്കണത് അറിയില്ല, ഞാൻ മുസഫിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് 5 ദിർഹംസ് ഉള്ളൂ മുടി വെട്ടണേ. അപ്പോൾ നമ്മൾ വെറുതെ പുറത്ത് പോയിട്ട് 25-20 ദിർഹംസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് മുടിയൊന്ന് വെട്ടുന്ന ലെവലാക്കി ഇതാക്കിയാൽ മതി. അപ്പോൾ അതിനൊരു 5 ദിർഹംസ്, പിന്നെ ഒരു താടി ഒന്ന് റെഡിയാക്കാൻ 5 ദിർഹംസ്. അപ്പോൾ 10 ദിർഹംസ് കൊണ്ട് പരിപാടി ചെയ്യും. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ സിറ്റിയിലേക്ക് പോകും. അബുദാബി സിറ്റി മദീന സായിദിലേക്ക് കിട്ടാം. അങ്ങനെ മദീന സായിദിൽ നമ്മളെ ഫാമിലിയൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് കുറേ കാലമായിക്കൂടെ ലീവ് കിട്ടി. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, അവരൊക്കെ ഒന്ന് പോയി കാണാം. ഞങ്ങൾക്ക് ഒരു പഴയ മുതലേ കാണിച്ചിട്ടേ മുതലാക്കണേ. ആ വണ്ടി ഉണ്ട് നിങ്ങൾ പഴയ രാജാവട്ടാ. പഴയ രാജാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 72 അങ്ങനെ എന്തോ മോഡൽ എന്തോണെന്നോ പറഞ്ഞേ പൈസല്ലേ. അതുപോലെ ഞാൻ മുമ്പ് ആളൊരു ജെമിനിയാണ് തോന്നുന്നുണ്ട്, മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയത്. ആളൊരു പഴയ വണ്ടിൻ്റെ പ്രാന്തനാട്ടാ. പല ടൈപ്പ് വണ്ടികൾ ആള് പഴയ മോഡൽ കൊടുത്തിട്ട് അത് മൂപ്പരാൾ തന്നെ മെക്കാനിക്കാണ്. ആളത് വർക്ക് ചെയ്ത് അത് വേറെ ലെവലൊക്കെ കൊണ്ട് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. നമ്മളെ കൂട്ടുകാരൻ തന്നെയാണ്, അയ്യൂബാണ് അവിടെ ഡ്രൈവറായിട്ടുള്ളത് കേട്ടോ. മുമ്പിൽ 2 നരികളായിട്ട് പോണത്, 2 സൂപ്പർ സഫാരി. മണലിലെ കിങ് ആണ് പോണത്. നമ്മൾ 2 സ്നേഹിതന്മാരാന്ന് തോന്നുന്നുണ്ട്. ഒരേ ലുക്കിലുള്ള വണ്ടികളാണ് 2 രാജ. കേട്ടാ പത്രോൾ. യെസ്, 2 സ്നേഹിതന്മാരാണ്. അതാണ് വണ്ടി സ്ലോ ആയി, 2 സ്ലോ ആക്കി. കൊടുത്ത് കാല് നമ്മളെ ട്രാക്ടർ പോലത്തെ, മുമ്പ് ട്രാക്ടറിൽ ലോഡ് ഇങ്ങനെ കൊണ്ടുവരുന്നത്, അപ്പോൾ അങ്ങനത്തെ ഒരു ട്രക്ക് കിട്ടാ. അയ്യോ, ഇവിടെ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. മിക്കവാറും നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടാണ് നടന്ന് പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തോ വർക്ക് എടുക്കുന്നുണ്ട്. പണിയായ ഉറച്ച അവിടെ എന്തോ ഒരു വർക്ക് എടുക്കട്ടെ. അപ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഈ ഫുട്പാത്തിൽ കൂടി ഇങ്ങനെ ഒരു വഴി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കാറ് നിർത്തി. നമ്മൾ അയലക്സോട് കുത്തിക്കായിട്ട് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യമല്ല. ഇനിയിപ്പോൾ തട്ടിയിട്ട് ഇനി അതിൻ്റെ പിന്നാലെ എടുക്കേണ്ടി വരും. ഒന്നാമത് ലീവ് എടുത്തു തന്നെ, എന്നിട്ട് പിന്നെ അതിന് തട്ടിയും കൊണ്ട് ചെയ്താലേ നല്ല രസമുണ്ടാവും. പക്ഷെ അവിടെ ആ വണ്ടി എടുക്കണം, ആള് കാണില്ല. നോക്കാം. ആ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, ആ ഗ്യാപ്പ് കൂടെ കയറിയത് ഈ പിക്കപ്പ് പോയി നിൽക്കട്ടെ, പോകാൻ വേണ്ടി നിൽക്കണം. നോക്കട്ടെ. ഈ ഷോപ്പിലെത്തിട്ടാ നമ്മളെ മുടി കിട്ടണ കട. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. സാധാരണ 4 സീറ്റിലും ഫുള്ളായിട്ട് ആളുണ്ടാവുന്നതാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ 3 ആൾ ലീവാണ്. അപ്പോൾ ഒരാൾ മാത്രമാണ് ഇന്ന് മുടി വെട്ടാനായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരാളതും കൂടി കഴിഞ്ഞാൽ നിനക്ക് വെട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ഇരുട്ടാവുന്നതിന് മുമ്പ് നമുക്ക് അബുദാബി സിറ്റിയിലേക്ക് പോകണം. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ മുടിയെല്ലാം മുറിച്ച് നേരെ മുസഫിയിലേക്ക് ഇറങ്ങി. മുസഫ സിഗ്നലിൽ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ആ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഖലീജുൽ അറബ് പിടിച്ച് നേരെ ഷെയ്ഖ് സായിദ് റോഡ് ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടത് സൈഡിൽ കാണുന്നതാണ് ഷെയ്ഖ് സായിദ് മോസ്ക്. ഷെയ്ഖ് സായിദിനെ മറവ് ചെയ്തതും ഈ മസ്ജിദിനോട് ചേർന്നാണ്. UAE വിസിറ്റ് ചെയ്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവും. UAE ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് ഷെയ്ഖ് സായിദ് മോസ്ക്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഷെയ്ഖ് സായിദ് റോഡിലേക്ക് കടന്ന് ഇവിടെ നേരെ അബുദാബി സിറ്റി ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുബൈയിൽ നിന്ന് വരുന്ന ആളുകൾ കൂടുതലും ഷെയ്ഖ് സായിദ് റോഡ് വഴി ആയിരിക്കും അബുദാബിയിലേക്ക് വന്നിട്ടുണ്ടാവുക. നിങ്ങളിപ്പോൾ ഈ ഇടത് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് പൈനാപ്പിൾ ബിൽഡിങ്. ഏകദേശം പൈനാപ്പിളിൻ്റെ ഒരു സ്റ്റൈലിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്.
അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ടണലിൻ്റെ മുമ്പായിട്ടാണ് അബുദാബി സിറ്റിയിലേക്കുള്ള എക്സിറ്റ് വരുന്നത്. ടണൽ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഒന്ന് മീന എക്സിറ്റും മറ്റൊന്ന് കോർണിഷിലേക്കുമാണ് പോകുന്നത്. നമ്മൾ നേരെ ടണലിൻ്റെ മുമ്പായിട്ടുള്ള ഇടത് സൈഡ് എക്സിറ്റ് പിടിച്ച് നേരെ സിറ്റിയിലേക്ക് എൻ്റർ ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ട് കൂറ്റൻ ബിൽഡിങ്ങുകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണാൻ കിട്ടുക. ഇതാണ് അബുദാബിയുടെ മെയിൻ സെൻറ്റർ മദീന സായിദ്. ഈ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ 2 വർഷം ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയപ്പോഴേ ആ നിൽക്കുന്ന ഒരു പിൽപ്പേനി ലേഡി അവിടെ ഒരുപാട് പൂച്ചകളുണ്ട് കേട്ടോ. അവർക്കൊക്കെ തീറ്റ കൊടുക്കുകയാണ്. അതും കാറ്റ് ഫുഡ് ഉണ്ടല്ലോ, കറക്റ്റ് അത് കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ആൾ കൊടുക്കുന്നത്. മറ്റുള്ള നമ്മളെ ദിവസം ഉപയോഗിക്കുന്ന നമ്മളെ ഭക്ഷണങ്ങളോ റൈസോ കാര്യങ്ങളോ ഒന്നുമല്ല. അതായത് മെയിൻ അബുദാബി സിറ്റിയിലാണ് കേട്ടോ. പഴയ പെട്രോൾ പമ്പാണ് ആ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് എല്ലാ ദിവസവും ഇതുപോലെ ഫുഡ് കൊടുക്കലുണ്ട് എന്നാണ് പറഞ്ഞത്. ആ വൈറ്റ് കളർ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്നത് കേട്ടോ. 2 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു. സിറ്റിയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഫീല് അത് വേറെ തന്നെ കേട്ടോ. എന്തായാലും ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.